പ്രശ്നം വന്നപ്പോൾ ഞാൻ ഒരു അടി കൊടുത്തു. അടിക്കാൻ പാടില്ലാത്തതിനെ, പക്ഷെ അടിച്ചു പോവും. അതുപോലെ വർത്തമാനം വായിന്ന് വരും. പച്ചക്ക് തെറി പറയും, പച്ച കിട്ടി എല്ലാ തെറിയും പറയും. അങ്ങനെ തെറി പറയുമ്പം അടിച്ചു പോവും. അടിച്ചിട്ട് അപ്പുറത്ത് വീട്ടിൽ ചാടി കയറി ആ പുള്ളി വന്ന് എനിക്കിട്ട് തല്ലി. ഞാൻ എന്റെ പെണ്ണുമ്പിള്ള തല്ലിയതിന് ആ പുള്ളി എന്തിനാന്ന് തോന്നുന്നത്? പിന്നെ ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് തോളിട്ടച്ച് വെറുതെ 500 രൂപ വായ്പ മേടിക്കാൻ വന്ന എൻ്റെ അടുത്ത് ഒരു പയ്യൻ. അവനോട് ചോദിക്കുക, ഇതാണ് സെൽവന്റെ ലാസ്റ്റ് കുഞ്ഞിന്. അവന്റെ മനസ്സ് അവിടെ ഇട്ട് അടിച്ചു. പിന്നെ അടിക്കാതെ തന്നെ ചെയ്യണ്ടേ? ബിന്ദു ജീവിച്ചു വന്ന ആ ഒരു കുടുംബാന്തരീക്ഷവും സാഹചര്യവും വെച്ചിട്ട് ബിന്ദുവിന് ആൾക്കാരെ നല്ല രീതിയിലും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലോട്ട് വിശ്വാസം വരുന്നില്ല. ചിലര് ഇങ്ങനെ അബദ്ധത്തിൽ ചാടിയിട്ട് അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെയും വിശ്വസിച്ചില്ല. നിങ്ങളുടെ ആദ്യത്തെ ബന്ധവും അങ്ങനെ തന്നെ ആയിരുന്നു. ഊരോ പേരോ കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരാളുമായിട്ട് കല്യാണം കഴിക്കുക, ഒന്നും ചെയ്യാതെ ഇറങ്ങി പോവുക, അയാളുടെ കൂടെ താമസിക്കുക, മറ്റൊരു സ്ഥലത്ത് പോവുക, ജീവിക്കുക. 2 കുഞ്ഞുങ്ങളായി. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് അടുത്ത ബന്ധം. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളോട് സംശയം. അപ്പം നമ്മൾ വിശ്വസിച്ച് വന്നു. നമ്മൾ ആലോചിക്കണം, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു. കുറച്ചെങ്കിലും ഈ ബിന്ദു ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റാൾക്കാരുമായിട്ടുള്ള ഈ സംശയങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ചിലത് ശരിയായിരിക്കാം, ചിലത് സംശയമായിരിക്കാം. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാനേ ഇല്ല. നമ്മുടെ മുൻപിൽ കാണുന്ന സത്യങ്ങളല്ലാതെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ അതിനെ ആലോചിച്ച് കൂട്ടിയാൽ നമുക്ക് ഭ്രാന്ത് വരത്തേ ഉള്ളൂ. ഇപ്പോഴും ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. പെങ്ങള് എൻ്റെ ഇളയ പെങ്ങള് 2 പെൺപിള്ളേർ, ഒന്ന് കോളേജ് പഠിക്കുക, 2 പിള്ളേർ കോളേജ് പഠിക്കുക. കെട്ടിയൊരു ഉപേക്ഷിച്ച് പോയതാ. ആ പെങ്ങള് ഇവള് ഉണ്ടാകുന്ന സ്വർണ്ണം എല്ലാം പണയം വെച്ച് 2 കൊല്ലം അങ്ങ് പഠിപ്പിച്ചു. സ്വർണ്ണം എല്ലാം ലേലത്തിൽ പോകാൻ നിൽക്കുക. 1.5 ലക്ഷം രൂപ സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തിരിച്ചെടുത്ത് കൊടുത്തു. അത് ഇത്തിരി വർഷം എൻ്റെ ആങ്ങളായിരുന്നു, എൻ്റെ അനിയനായിരുന്നു. ഗൾഫിൽ കിടന്ന് 12 കൊല്ലം കടന്ന് സമ്പാദിച്ച മൊത്തം കുടുംബത്തിന് വേണ്ടിയാണ്. ഒരു പെണ്ണ് കെട്ടിച്ച് വിട്ടു, ലാസ്റ്റുള്ള കെട്ടിച്ച് വിട്ടു. ഇവൻ ആ പിള്ളേർ ചിലവ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ചിലവാണ് ചെയ്യും. ഇപ്പം പെണ്ണ് കെട്ടി 1 കൊല്ലമായി. ഇനി അവൻ കൊടുക്കുമോ? അവൻ പെണ്ണുപിള്ള വന്നു. ഇതൊരു ദിവസം പെണ്ണ് കെട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ 1.5 ലക്ഷം സ്വർണ്ണം എടുത്ത് കൊടുത്തു പെങ്ങൾക്ക്, എൻ്റെ ഇളയ പെങ്ങൾക്ക്. കാര്യം കോളേജ് പഠിക്കാനായിട്ട് ഒരു ലാപ്ടോപ്പ് മേടിച്ച് കൊടുത്തു. ഇപ്പം ഒരു 25,000 രൂപ കോളേജ് ഫീസ് കൊടുക്കാനായിട്ട് കൊടുത്തു. ഇത് ഞാൻ കൊടുക്കാതെ വേറെ ആര് കൊടുക്കും? ഞാൻ ഇവളെ കൊടുക്കേണ്ടത്. ശരിയാണോ? ഇവള് കൊടുക്കുവാണെങ്കിൽ അവർ ഇവളോട് സ്നേഹം വരും. എതിർപ്പ് അവിടെ 10 കൊടുക്കുമ്പോൾ ഇവിടെ 5 തരത്തില്ലേ? എന്റെ പെങ്ങൾ അവൾക്ക് ആരുമില്ല. എന്റെ വീട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുന്നത്. ഒരുപാട് നമ്മൾ മാറ്റണം. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുക, സ്നേഹിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയൊരു സംഗതി. അതിനും അപ്പുറത്തോട്ട് ഇപ്പൊ ഈശ്വര വിശ്വാസമല്ലേ? ബിന്ദു ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണോ? ആണോ? ഈശ്വരനിൽ വിശ്വസിക്കുക. നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. നമ്മളെ അതുകൊണ്ട് മനുഷ്യരെ, നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരെ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനല്ലേ പറ്റൂ. ഇത് വളർന്നു കഴിയുമ്പം പിന്നെ ഇവർ വളർത്തിവിടാണ് കടമ. ബഹുമാനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. ഇപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ടെൻഷൻ എന്ന് പറയുന്നുണ്ടല്ലോ. വെളിയിലത്തെ പ്രശ്നം കൊണ്ട് വീട്ടോട്ട് വരുന്ന പറയും. അതൊക്കെ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള സംഭവങ്ങൾ. ഇതൊക്കെ ഈ പൈസയുടെ പ്രശ്നവും ഇപ്പോഴും ഇതുപോലെ പണിയും പൈസയുടെ ബുദ്ധിമുട്ടുകളും പണി സംബന്ധമായിട്ട് ആ ഒരു ടെൻഷനൊക്കെ ഇതുപോലെ വരാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമൊക്കെ ആയിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. അതിന് മുമ്പും ഞാൻ പറയും, കോൺട്രാക്ടർ വീടിന് വെളിയിൽ വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരനായിട്ട് വന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവിടെ തീർക്കാത്ത വർക്കൊക്കെ കെട്ടുകണക്കിന് സ്വഭാവത്തിനെ ബിന്ദു പറഞ്ഞത് മനസ്സിലായി. പക്ഷെ അതെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഒരാൾക്ക് അവിടെ കടവും കാര്യങ്ങളും ഇതൊക്കെയാണ്. വീട്ടിൽ വന്നാൽ ആകപ്പാടെ ഷെയർ ചെയ്യാൻ, അയാളുടെ എല്ലാ കാര്യങ്ങളും പച്ചയായിട്ട് പറയാൻ ഈ ലോകത്തുള്ള ഒരേ ഒരാൾ നിങ്ങൾ ഭാര്യയാണ്. ഇവിടെ വന്നു കടം വാങ്ങിച്ചു. ഒരു വർഷത്തോളമായിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു വർഷമായിട്ടാണ് കുറെ കൂടെ ഉയർന്നു, കുറെ കൂടെ ബിസി ആയിട്ട്. ഇങ്ങനെയുള്ള ടെൻഷനും ഇങ്ങനെ പണി സംബന്ധമായ കാര്യങ്ങൾ അത് ഇപ്പോഴാണ് ഉള്ളത്. ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അന്നേരം ഒരു പണി സംബന്ധമായ വിഷയങ്ങളൊന്നും അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നിരിക്കില്ല. അല്ല, അന്നേരം ടെൻഷൻ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടെൻഷൻ അന്ന് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. ഇപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ പണി സംബന്ധമായത് എനിക്കറിയാം. ഫോണിൽ കൂടെ വിളിക്കുന്ന കാര്യങ്ങളും പൈസ കിട്ടാത്ത ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ കയ്യിൽ 1000 രൂപ വരുമാനം ഉള്ളപ്പോൾ 300 രൂപയുടെ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അത് ചൊരിക്കൂട്ടി ചെലവാക്കുമ്പോൾ ഉള്ള ടെൻഷൻ വേറെ. എന്നും അതിന് സംശയത്തിന്റെ പേരും പറഞ്ഞ് എന്നും വഴക്ക് സംശയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഉണ്ടാകുന്നത്. അല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വടിയായി പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുള്ളൂ. മൊബൈൽ എടുക്കുക, അതിനകത്ത് വിളിച്ചവരെല്ലാം നമ്പർ എടുത്ത് നോക്കുക. സംസാരിച്ചപ്പം അവൻ പിന്നെ ഫോൺ വിളിച്ചിട്ടേ ഇല്ല. ഞാൻ പറയേണ്ട രീതി പറഞ്ഞു എരുമലി കാരണം അത് ആ സമയത്ത് വിളിച്ചെന്ന് പറയുന്നത് എനിക്കൊരു ജാതി സർട്ടിഫിക്കറ്റിന്റെ ഒരു തടസ്സം വന്നായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കളക്ടറുടെ അടുത്ത് പോയി കളക്ടർ അവിടെ പോയി പരാതി കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നേ. അപ്പം മിത്രം ജനസേവന കേന്ദ്രം എന്നും പറഞ്ഞൊരു ഇതൊക്കെ നടത്തുന്ന ഒരാളുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഈ ഒരു ചെറുക്കൻ എൻ്റെ ആങ്ങളുടെ പ്രായമേ ഉള്ളൂ.
എന്നിട്ട് ഞാനും ആ ചെറുക്കനെ സ്നേഹമാണെന്നും പറഞ്ഞുകൊണ്ടായി പറയുന്നത്. ആ ചെറുക്കൻ ദേവികേന്ന് അങ്ങനെ ഒന്നും പറയല്ല. അങ്ങനെ പറഞ്ഞു. ആ അങ്ങനെ ചെറുക്കൻ പറഞ്ഞു. വേറെ രാത്രി ഒരുത്തനുമായിട്ട് 1:30 മണിക്ക് ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരുത്തൻ വിളിച്ചാൽ ആരും പറയും. എന്തോ 1:30 മണിക്ക് 1:30 മണിക്കൊന്നും അല്ല, 1:30 മണിക്ക് 1:30 മണിക്കൊന്നും അല്ല വിളിച്ചത്. രാത്രി പോട്ടെ അതൊക്കെ ബിന്ദു 1:30 മണിക്കല്ല, 1:25 ആയിക്കോട്ടെ. പക്ഷേ ഇത് ആ ഒരു സമയത്ത് വിളിക്കുന്നത് ഒരു ഭർത്താവ് അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം അതുകൊണ്ട് നിർത്തിയല്ലോ. വിളിച്ചത് അയാളുടെ സമയത്ത് അത് അയാളുടെ കുറ്റമാണ്. അയാളുടെ കുറ്റം. അയാളെ വിളിച്ച് എന്നോട് ചോദിച്ചത് പിന്നെ വിവരാവകാശം അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയോന്ന് എന്നോട് ചോദിച്ചു. അന്നേരത്തേനും പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഞാൻ ചോദിച്ചു ഇപ്പൊ എന്തിനാ രാത്രി വിളിച്ചെന്ന് ചോദിച്ചു. ഇപ്പൊ അയാൾ രാത്രി വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടല്ലോ. അയാളുടെ കുഴപ്പമാണ്, അയാളുടെ കുഴപ്പം. ഞാൻ ചോദിക്കട്ടെ, അപ്പോ അത് അയാളുടെ കുഴപ്പം തന്നെയാണ്. അത് ആ പ്രശ്നം അവിടെ തീർന്നു. ഇപ്പം ഞാൻ ഉദാഹരണം പറയാൻ വന്നത്, ബിന്ദുവിനുണ്ടാകുന്ന പോലെ ഇതേ സംശയത്തിന്റെ രോഗം സെൽവനുണ്ടായിരുന്നു എങ്കിൽ ബിന്ദുവിന് ഇത്രയും സംശയം ജീവിതത്തിൽ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം അതിന്റെ കാഠിന്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ നീങ്ങുന്നിടത്തും സംസാരിക്കുന്നിടത്തും ഒക്കെ നമ്മളെക്കുറിച്ച്, നമ്മുടെ മോറാലിറ്റിയെ കുറിച്ച് ഇങ്ങനെ സംശയിക്കുന്നു എന്ന് തോന്നിയാൽ വലിയ പ്രയാസമാണ് അത്. ഇവിടെ വീട്ടിൽ നിന്ന് ബസ് കയറി എരുമേലി വന്നപ്പോഴത്തേക്ക് ആണ് പുറയിലിരുന്നവനാണ് കിള്ളി എന്നെ വിളിച്ച് പറഞ്ഞ്, ഇതേ ഇപ്പോൾ വരുന്ന ബസ്സിൽ ഒന്ന് പുറത്ത് ഇറങ്ങി നീക്കി ഒരു സൂത്രം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ സൂത്രമാണ്, ചാൻസലർ ബസ്സിൽ വരുന്നത് പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി നിൽക്കുക, വീട് മുറ്റത്ത് ഇറങ്ങി നിൽക്കുക, വണ്ടി അപ്പുറത്ത് നിർത്തി ഇവിടെ ഇറങ്ങി വന്നു. എന്നാ സംഭവം ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് കിള്ളിന് പറഞ്ഞു. ഞാൻ ഉടനെ ബൈക്ക് എടുത്ത് നേരെ അപ്പുറത്ത് സ്റ്റോപ്പിൽ പോയി. അവിടെ പോയി തരുമ്പോഴത്തേക്ക് ഒരു കള്ളക്കാരൻ കൂട്ടുകാരൻ അവൻ ചോദിച്ചു എന്നാ മെസ്സിന് ചോദിച്ചു. ഞാൻ പറയും ഇങ്ങനെ പെണ്ണുമ്പിളി പറഞ്ഞ് കിള്ളിന് പറഞ്ഞ്. ഇതവൻ കേട്ടപ്പോഴത്തേക്ക് ഇവൻ എരുമേലി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോകുന്ന വണ്ടി കയറി. അവളി പറയും ഇവിടെ ഉള്ളിൽ പറയുക, ഇല്ല പോട്ടെ പറഞ്ഞ വണ്ടിക്കകത്ത് കയറി പോയി. അപ്പോൾ ഇനി സംശയം അവൻ തന്നെ മനസ്സിലായി. നേരെ തിരിച്ച് വന്നു, നല്ല മഴയായിരുന്നു. ഇവിടെ വണ്ടി കയറ്റി നേരെ പോയി ഒരു കിലോമീറ്റർ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ വഴിയിലെങ്കിലും ഇല്ല. ഇവർ കരുനാഗപ്പള്ളി പോകേണ്ടവനാണ്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടപ്പം പതുക്കെ അങ്ങ് മുങ്ങി.